കേട്ടാ എന്ത് നേരത്തെ വന്നേ? അത് മണി ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അത് നേരത്തെ കഴിഞ്ഞു. പിന്നെ അവിടെ വലിയ വർക്കും ഇല്ലായിരുന്നു. പിന്നെ അവിടെ ഇരിക്കാൻ ഒരു മൂഡ് ഓഫും. ഞാൻ ഇങ്ങ് വന്നു. എന്ത് മൂഡ് ഓഫ്? ഒന്നുമില്ല, ചെറിയൊരു തലവേദനയാണ്. അതൊന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലായി. കാര്യം പറ. ഒന്നുമില്ലടി. പറ. നമ്മുടെ ഔസേപ്പേട്ടനില്ലേ എൻ്റെ ഓഫീസിലെ, ഞാൻ പറഞ്ഞിട്ടില്ലേ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഔസേപ്പേട്ടനെ കഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ മോള് മെറിൻ ആ കുട്ടിക്ക് ക്യാൻസറാണ്, ബ്ലഡ് ക്യാൻസർ. ഭാര്യയ്ക്കും വയ്യ. ഒത്തിരി പൈസ ചിലവായി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് അദ്ദേഹം വന്ന് എൻ്റെ കുറച്ച് സങ്കടപ്പെട്ട് കാശൊക്കെ കടം ചോദിച്ചു. ഞാൻ ഒരു 15,000 രൂപ എടുത്ത് കൊടുത്തു. നന്നായി. എന്തെങ്കിലും സഹായം നമ്മളെ കൊണ്ട് പറ്റുന്ന ചെയ്താ നല്ലതല്ലേ? പക്ഷെ നല്ല കാര്യം ചെയ്തിട്ടേ ഈ വീട്ടിൽ എന്തിനു വിഷമിച്ചിരിക്കുന്നേ? വിഷമമല്ല, കൊടുത്തത് നല്ല കാര്യം തന്നെ. ഔസേപ്പേട്ടൻ കുറച്ച് സമാധാനമായിട്ടാണ് പോയത്. കെട്ടിപ്പിടിച്ച് കുറെ കരയൊക്കെ ചെയ്തു. പക്ഷെ മണി പ്രശ്നം അതല്ല. 2 ദിവസം കഴിഞ്ഞല്ലേ ഈ വീടിന്റെ ലോൺ EMI അടയ്ക്കണം. അപ്പം ഞാൻ സാലറിയിൽ നിന്ന് എടുത്താണ് ഇത് കൊടുത്തത്. അപ്പോൾ പൈസ ഇപ്പോൾ കുറവ് വന്നിരിക്കുകയാണ്. അതിനെന്ത് ചെയ്യുന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ. ഏട്ടാ, ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, കുറ്റം പറയാണെന്ന് വിചാരിക്കരുത്. ഒരാളുടെ ആപത്ത് സമയത്ത് സഹായിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ അവസ്ഥയും കൂടെ ആലോചിക്കണ്ടേ? ഇവ നമ്മൾ എന്തോ ചെയ്യും? എന്തെങ്കിലും വഴിയുണ്ടാവും. എന്ത് വഴി ഉണ്ടാവാനാണ്? നമ്മുടെ കയ്യിൽ ആ കൂടെ ഉള്ളത് ഈ ഒരു വീടും എൻ്റെ കയ്യിലുള്ള സ്വർണവും ആ ഒരു സ്കൂട്ടറുമാണ്. അതൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നോക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, അച്ഛനോട് ചോദിക്കട്ടെ. വേണ്ട, അതൊന്നും വേണ്ട. ഇന്ന് വരെ ഞാൻ അതിന് ഇടവരുത്തിയിട്ടുണ്ടോ? അതൊന്നും വേണ്ട. വേറെ എന്തെങ്കിലും വഴി ഉണ്ടാവും. ആവശ്യമില്ലാത്ത ഓരോ പിടിവാശികളും പിടിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ മണി, ഇത് പിടിവാശിയല്ല. നിനക്കറിയാലോ ഞാൻ ഇങ്ങനെയാണ്. ഞാൻ ഒന്നും പറയുന്നില്ല. ഞാനും ഒന്നും പറയണില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ രവിയായിട്ട് എങ്ങനെയാ ചോപ്പിക്ക്? എന്ത് ഞാൻ പോവും. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.